Then next topic എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് രണ്ടായിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് ജനറൽ പ്രിൻസിപ്പിൾസും മറ്റൊന്ന് സയന്റിഫിക് പ്രിൻസിപ്പിൾസും. അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് പഠിക്കാം. ജനറൽ പ്രിൻസിപ്പിൾസ് ഒരു 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എണ്ണം 14 എണ്ണം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് തോന്നും. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു ഷോർട്ട് ഫോം ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മള് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സയൻസിലേതുപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റിലും ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് മാനേജ്മെന്റിൽ വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ ജനറൽ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോളിനെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. ഹെൻറി ഫയോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന പേരിലാണ്. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ജനറൽ പ്രിൻസിപ്പിൾസ് തന്നിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം 1841 ജനിച്ചു. 1841 മുതൽ 1925 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത്. അദ്ദേഹം ഫ്രഞ്ചിലെ ഒരു മൈനിങ് കമ്പനിയിലെ എഞ്ചിനീയർ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയും. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അതുകൂടാതെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് എത്ര പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 14 പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് അറിയപ്പെടുന്നത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന പേരിലാണ്. നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ആ പേരിൽ തന്നെയുണ്ട്. വർക്കിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒരുപാട് ജോലികൾ ഉണ്ടാകും. അപ്പൊ ഒരുപാട് ജോലികൾ ഉള്ളപ്പോൾ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കും 4 ആക്ടിവിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജോലി വളരെ എളുപ്പമായില്ലേ? അപ്പോ ഇതുപോലെ ഓർഗനൈസേഷനിലെ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഒരു വർക്കറെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന് അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചുകൊണ്ട് ഓരോ വർക്ക് ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയും. ടു ഡിവൈഡ് ദ ടോട്ടൽ വർക്ക് ഇൻടു സെവറൽ ജോബ്സ് ആൻഡ് സബ് ജോബ്സ്. പല പല ജോബ്സ് ആയിട്ട് അല്ലെങ്കിൽ പല പല സബ് ജോബ്സ് ആയിട്ട് ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി അസൈൻ ടു എ പർട്ടിക്കുലർ എംപ്ലോയി. ആദ്യം എന്ത് ചെയ്യുന്നു? ടാസ്കിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ടാസ്കും ഓരോ എംപ്ലോയിക്കായിട്ട് അത് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എംപ്ലോയി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് തന്നെയാണ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് ഡിവിഷൻ ഓഫ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. വർക്കേഴ്സിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു, സ്പീഡിന് പെർഫെക്ഷനോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ 14 പ്രിൻസിപ്പിൾസിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്. ടോട്ടൽ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു several jobs and each job should be assigned to a particular employee. Then second principle എന്ന് പറയുന്നത്
അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരവും ഉത്തരവാദിത്വവും. എന്താണ് അതോറിറ്റി? അതോറിറ്റി എന്ന് പറയുന്നത് അധികാരമാണ്. ആരുടെയാണ് ഈ അധികാരം എന്ന് പറയുന്നത്? റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ആണ്. അധികാരം സുപ്പീരിയറിനുള്ളതാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷനിലെ സുപ്പീരിയറുടെ കൈവശമാണ് എപ്പോഴും അതോറിറ്റി. ആ സുപ്പീരിയർക്ക് മാത്രമാണ് ഓർഡറും ഇൻസ്ട്രക്ഷനും കൊടുക്കാനുള്ള അധികാരമുള്ളൂ. ആർക്കായിരിക്കും ഈ ഓർഡറും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത്? തൊട്ട് താഴെ വരുന്ന സബോർഡിനേറ്റ്സിനാണ്. അപ്പൊ സുപ്പീരിയറുടെ സബോർഡിനേറ്റ്സിന് ഓർഡറും ഇൻസ്ട്രക്ഷനും കൊടുക്കാനുള്ള റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതോറിറ്റി ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗീവ് ഓർഡേഴ്സ് ടു ദ സബോർഡിനേറ്റ്. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അതോറിറ്റി ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ. സുപ്പീരിയറുടെ റൈറ്റ് ആണ്. ഇനി എന്തിനുള്ള റൈറ്റ് ആണ്? ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇനി മൂന്നാമത് ആർക്കാണ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ദ സബോർഡിനേറ്റ്. ആ 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ അതോറിറ്റിയായി. ഓക്കെ. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അതോറിറ്റി കൊടുക്കുന്നത് പോലെ തന്നെ അങ്ങോട്ടേക്ക് ഓർഡറും ഇൻസ്ട്രക്ഷൻസും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വർക്ക് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ആരുടെ ഒബ്ലിഗേഷൻ ആണ്? വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്റെ ഒബ്ലിഗേഷൻ ആണ്. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ്. ആരുടെ ഒബ്ലിഗേഷൻ ആണ്? സബോർഡിനേറ്റ്സിന്റെ ഒബ്ലിഗേഷൻ ആണ്. ടു പെർഫോം ദ വർക്ക്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻ? വർക്ക് പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യാൻ. ടു പെർഫോം ദ വർക്ക് ഇൻ ദ മാനർ ഡിസൈർഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അതോറിറ്റി. അതോറിറ്റിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള സബോർഡിനേറ്റ്സിന്റെ ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Responsibility means the obligation of a subordinate to perform the work. ഓക്കെ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി സുപ്പീരിയറുടെ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിന്റെ ഒബ്ലിഗേഷൻ ആണ്, ബാധ്യതയാണ്, കടപ്പാടാണ്, കടമയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ടു പെർഫോം ദ വർക്ക്. ഓക്കെ. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഏത് ഓർഗനൈസേഷൻ എടുത്താലും അവിടെ പല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷനിലാണെങ്കിൽ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. അത് ഒബേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാകും? ഡിസിപ്ലിൻ ഉണ്ടാകും. ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷനിലെ ഒബേ ചെയ്യുക, അനുസരിക്കുന്ന പ്രിൻസിപ്പിളാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിളായ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഒബീഡിയൻസ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് ഒബ്സർവേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. ദെൻ നാലാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ്. നമുക്കറിയാം ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് സുപ്പീരിയേഴ്സ് ഉണ്ടാകും. നമ്പർ ഓഫ് സുപ്പീരിയേഴ്സ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അറ്റ് എ ടൈമില് എല്ലാവരുടെ കയ്യിൽ നിന്നും ഓർഡറും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒന്നിൽ കൂടുതൽ പേരിൽ നിന്ന് ഓർഡറും ഇൻസ്ട്രക്ഷനും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ കൺഫ്യൂഷൻ ആകും. അപ്പൊ അതുകൊണ്ട് അറ്റ് എ ടൈമില് ഒരു ബോസിന്റെ അടുക്കൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിന്റെ അടുക്കൽ നിന്ന് മാത്രം നമ്മള് ഓർഡറും ഇൻസ്ട്രക്ഷനും റിസീവ് ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. Each employee should receive orders from one superior only. One man, one boss എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. One man,
വൺ ബോസ്. ഒരു എംപ്ലോയിക്ക് ഒരു ബോസ്. ഒന്നിൽ കൂടുതൽ ബോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ കൺഫ്യൂഷൻ ആകും, അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൻറി ഫേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്ന യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന. ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഉള്ളി. ഇതുവരെ നമ്മള് ജനറൽ പ്രിൻസിപ്പിൾസിലെ 4 പ്രിൻസിപ്പിൾസ് വരെയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ടോട്ടൽ വർക്കിനെ സെവറൽ ജോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. തേർഡ് വൺ, ഡിസിപ്ലിൻ, ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഫോർത്ത് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്, വൺ മാൻ വൺ ബോസ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ളതാണ്. ഒറ്റ ഹെഡിന് ഒറ്റ പ്ലാൻ. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ പല പല ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡും ഉണ്ടാകും. പക്ഷെ ഇവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളല്ല. അപ്പോ ഒറ്റ ഹെഡ് ഒറ്റ പ്ലാനില് ഒറ്റ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The activities which have a common objectives must be grouped together and under one head. അല്ലെങ്കിൽ ഒറ്റ വാക്കില് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് ഓർത്തോളൂ, വൺ ഹെഡ് വൺ പ്ലാൻ. വൺ ഹെഡ് വൺ പ്ലാൻ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്ന യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, യൂണിറ്റി ഓഫ് കമാൻഡില് അറ്റ് എ ടൈമില് വൺ സുപ്പീരിയറേ ഉള്ളൂ. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ ഒരു സുപ്പീരിയർ അല്ല വരുന്നത്, വൺ ഹെഡ് വൺ പ്ലാൻ ആണ്. ഒരു ഹെഡിന് ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വൺ ഹെഡ് വൺ പ്ലാൻ. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നു, ഇറ്റ് പ്രിവെന്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ്സിനെ അവിടെ എന്ത് ചെയ്യാണ്? പ്രിവെന്റ് ചെയ്യാണ്, തടയാണ്. വൺ മാൻ വൺ ബോസ് എന്ന പ്രിൻസിപ്പിൾ ആണ്. അപ്പോ അതുകൊണ്ട് പ്രിവെന്റ് ചെയ്യുന്നു, ഡ്യുവൽ സബോർഡിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അല്ല, യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പ്രിവെന്റ് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ചെയ്ത ആക്ടിവിറ്റി തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതിനാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വഴി നമുക്ക് ഓവർലാപ്പിംഗ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തേർഡ് ഡിഫറൻസ് പറയുന്നു, യൂണിറ്റി ഓഫ് കമാൻഡ് അഫക്ട് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു വൺ എംപ്ലോയിയാണ് അഫക്ട് ചെയ്യുന്നത്. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അങ്ങനെയാണോ? നമ്മൾ ഓർഗനൈസേഷനിൽ മൊത്തത്തിലാണ്. അതുകൊണ്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അഫക്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അഫക്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഇപ്പൊ 3 ഡിഫറൻസും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡില് വൺ മാൻ വൺ ബോസ് ആണ്, അല്ലെങ്കിൽ വൺ സുപ്പീരിയർ അറ്റ് എ ടൈം ആണ്. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ വൺ ഹെഡ് വൺ പ്ലാൻ ആണ്. അപ്പോ ആ ഒരു പോയിന്റ് ഓർത്താൽ മതി. വൺ മാൻ വൺ ബോസ്, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ വൺ ഹെഡ് വൺ പ്ലാൻ. ദെൻ യൂണിറ്റ് ഓഫ് കമാൻഡില് ഡ്യുവൽ സബോർഡിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. യൂണിറ്റ് ഓഫ് ഡയറക്ഷനില് പ്രിവെന്റ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു, യൂണിറ്റ് ഓഫ് കമാൻഡ് അഫക്ട് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഇൻഡിവിജ്വൽ എംപ്ലോയി അഫക്ട് ചെയ്യുന്നു. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അഫക്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ മൊത്തത്തിലാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ. ആറാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഏതായിരിക്കണം താഴെ നിൽക്കേണ്ടത്? വ്യക്തികൾക്ക് പല പല താല്പര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പല പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ക്ലാസിന്റെ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരൊറ്റ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ബിസിനസ് എന്റർപ്രൈസസ് ഈസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ. ഏതാണ് ഇവിടെ സുപ്പീരിയർ ആയിട്ട് നിൽക്കേണ്ടത്? വ്യക്തികളെക്കാൾ കൂടുതലായിട്ട് ബിസിനസ് ആയിരിക്കണം. The interest of the business must prevail over personal interest of the individual. The interest of the business must prevail over personal interest.
പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും ഓവറായിട്ട് നിൽക്കേണ്ടത് തീർച്ചയായിട്ടും ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതിനാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സിമ്പിൾ ആയിട്ട് മോർ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ദ ഓർഗനൈസേഷൻ. മോർ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ദ ഓർഗനൈസേഷൻ. കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടത് എപ്പോഴും ആരുടെ താല്പര്യത്തിനായിരിക്കണം? ഓർഗനൈസേഷന്റെ താല്പര്യത്തിനായിരിക്കണം. വ്യക്തികളുടെ താല്പര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. then 7ാമത്തെ പോയിന്റ് പറയുന്നു റിമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഏത് എംപ്ലോയിയും പ്രവർത്തിക്കുന്നത് എന്താഗ്രഹിച്ചിട്ട് തന്നെയാണ്? ഫെയർ അല്ലെങ്കിൽ റീസണബിൾ റെമ്യൂണറേഷൻ ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് എംപ്ലോയീസിന് റെമ്യൂണറേഷൻ തീർച്ചയായിട്ടും ഫെയർ ആൻഡ് റീസണബിൾ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഫെയർ, ന്യായമായ തക്കതായ റെമ്യൂണറേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന്റെ വാല്യൂബിൾ അസറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസിന്റെ എഫേർട്ട് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദ റെമ്യൂണറേഷൻ ഫോർ വർക്ക് ഡൺ മസ്റ്റ് ബി ഫെയർ ആൻഡ് റീസണബിൾ. ദെൻ 8ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ, ഒരു സെന്റർ ഉണ്ട്, ഒരു സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായിരിക്കും ആ സെന്റർ എന്ന് പറയുന്നത്? നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെന്റർ ഏതാണ്? ടോപ്പ് ലെവലാണ്. നമ്മൾ നേരത്തെ പഠിച്ച ലെവൽസ് ഓഫ് മാനേജ്മെന്റില് 3 ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അപ്പോ ഈ സെന്ററിൽ അല്ലെങ്കിൽ ഈ ടോപ്പ് ലെവലിൽ അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യും. ആർക്ക് കൈമാറില്ല? താഴെ വരുന്ന ലെവലുകളിലേക്ക് കൈമാറില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ. അതോറിറ്റി എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യുന്നു. ആരിലേക്ക്? ലോവർ ലെവലിലേക്ക്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. Centralization refers to concentration of authority to the top level management. അതോറിറ്റി എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്? ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് അതോറിറ്റി എപ്പോഴും ഇങ്ങനെ ടോപ്പ് ലെവലിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. സ്മോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് സാധിക്കും. പക്ഷെ ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതോറിറ്റി എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ലോവർ ലെവലിലേക്ക്. അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതിനെ, ലോവർ ലെവലിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അതോറിറ്റി ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ സെൻട്രലൈസേഷൻ എന്ന് പറയും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഡെലിഗേറ്റഡ് ടു ലോവർ ലെവൽ അല്ലെങ്കിൽ ഡിസ്പോഴ്സൽ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽ. അതോറിറ്റി ലോവർ ലെവലിലേക്കും കൂടെ കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ 9ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ, ചെയിൻ ആയിട്ടാണ് കമാൻഡ് പാസ് ചെയ്യുന്നത്. നമുക്കറിയാം ചെയിന്റെ പ്രത്യേകത ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഓർഗനൈസേഷനിലെ അതോറിറ്റി പാസ് ചെയ്യുന്നത് സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് ഒരു ചെയിൻ ആയിട്ട് പാസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കാലാർ ചെയിൻ വഴി അല്ലെങ്കിൽ ചെയിൻ ആയിട്ട് പാസ് ചെയ്യുന്നതിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ലൈൻ ഓഫ് അതോറിറ്റി ഓർ ദ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് starting from highest and moving towards the lowest rank. എവിടെ നിന്ന് തുടങ്ങും? ടോപ്പ് ലെവലിൽ നിന്ന് തുടങ്ങി ലോവർ ലെവലിലേക്ക് ഇങ്ങനെ ചെയിൻ ആയിട്ട് അതോറിറ്റി പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ്. നമുക്കറിയാം ഈ പിക്ചർ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന എക്കൊരു ഇൻഫോർമേഷൻ എഫിനോട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ആ ഇൻഫോർമേഷൻ ബിയിലേക്ക്, ബി ആ ഇൻഫോർമേഷൻ സിയിലേക്ക്, സി അത് ഡിയിലേക്ക്, ഡി അത് ഇയിലേക്ക്, ഇ അത് എഫിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു ചെയിൻ ആയിട്ട് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറഞ്ഞ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കാലാർ ചെയിൻ ഈസ് എ ചെയിൻ ഓഫ് കമാൻഡ് ഓർ ലൈൻ ഓഫ് അതോറിറ്റി which starts from top level or highest level
ആൻഡ് എൻഡിങ് വിത്ത് അല്ലെങ്കിൽ മൂവിങ് ടുവേർഡ്സ് ദ ലോവസ്റ്റ് റാങ്ക്. കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ട് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നു? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നു. നമുക്കറിയാം ഇങ്ങനെ സ്കാലാർ ചെയിൻ വഴി കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുമ്പോൾ അവിടെ വളരെയധികം ടൈം എടുക്കും. ചില ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൻറി ഫയോൾ വേറൊരു ചെറിയൊരു പ്രിൻസിപ്പിളും കൂടെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഗ്യാങ് പ്ലാങ്ക്. ഇൻ കേസ് ഓഫ് അർജൻസി അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഡയറക്റ്റ് കോണ്ടാക്ട് നടത്താനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡിയും ജിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഡിക്ക് ഒരു ഇൻഫോർമേഷൻ അത് ആരിലേക്ക് എത്തിക്കണം? ജിയിലേക്ക് എത്തിക്കണം. ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് സ്കാലാർ ചെയിൻ വഴിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഡി അത് സിയോട്, സി അത് ബിയോട്, ബി അത് എയിലേക്ക് അറിയിച്ച്, എ അത് ഇനെ അറിയിച്ച്, ഇ അത് എഫിൽ അറിയിച്ച്, എഫ് അത് ജിയിലേക്ക് അറിയിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സ്കാലാർ ചെയിൻ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ഡിലേ ഉണ്ടാകും. അപ്പോ ഇവിടെ ഡിയും ജിയും ഒരേ കാറ്റഗറിയിൽ വരുന്നവരാണ്, ഒരേ ലെവലിൽ ഒരേ അതോറിറ്റി പങ്കിടുന്നവരാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ ഹെൻറി ഫയോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രിൻസിപ്പിൾ ആണ് ഇതെന്ന് പറയുന്ന ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെയിം ലെവൽ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെയിം ലെവലിലുള്ളവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. 10ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു ഓർഡർ. നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ സാധനങ്ങളും അതിൻ്റെതായ ലൊക്കേഷനിൽ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? അടക്കി വെച്ചിരിക്കുകയാണ്. അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് കീപ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സ്ഥാനത്ത് സൂക്ഷിക്കുക. ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കീപ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. കീപ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് അതിനെയാണ് എന്തെന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്നത്. 11ാമത്തെ പ്രിൻസിപ്പിൾ ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാല്? തുല്യത വേണം. ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, വേരിയേഷൻ പാടില്ല. എല്ലാവരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ ജോലി ചെയ്യുന്നവർക്ക് തുല്യമായ വേതനം കൊടുക്കുക. രാമുവും സീതയും ഒരേ ഓർഗനൈസേഷനിലെ ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ്. രാമുവിന് ഡെയിലി 500 രൂപ, സീതയ്ക്ക് ഡെയിലി 400 രൂപ. ഇവര് രണ്ടുപേരും ചെയ്യുന്ന ഒരേ ജോലിയാണ്, പക്ഷെ വേതനത്തിൽ തുല്യതയില്ല. അവിടെ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാണ്? വയലേറ്റ് ചെയ്യാണ്. ഹെൻറി ഫയോൾ പറയുന്നു രാമവും സീതയും ഒരേ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് രണ്ടുപേർക്കും എന്ത് ചെയ്യണം? ഒരേ വേതനം കൊടുക്കേണ്ടതാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ആ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്ന ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാളിറ്റി. 12ാമത്തെ പ്രിൻസിപ്പിള് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണേൽ. പേഴ്സണേൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ് പേഴ്സണേൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? സ്റ്റെബിലിറ്റി കൊടുക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. ഒരു പോസ്റ്റില് അവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്റർവെൽ ഇല്ലാതെ, അതായത് ഒരു ഇടവേള ഇല്ലാതെ അവരെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനില് ബേസിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോയിൻ ചെയ്തു. അപ്പൊ ആ പോസ്റ്റില് 1 വർഷമോ അല്ലെ 2 വർഷമോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ അടുത്ത പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാമുള്ളൂ? ഷിഫ്റ്റ് ചെയ്യാമുള്ളൂ. അതല്ലാതെ ഒരാഴ്ച ഒരു ജോലി, നെക്സ്റ്റ് വീക്കിൽ അടുത്ത ജോലി, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഫ്രീക്വന്റ് ഇന്റർവെല്ലോട് കൂടി മാത്രമേ ഷിഫ്റ്റ് ചെയ്യാമുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണേൽ എന്ന് പറയുന്നത്. മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം ദെയർ പൊസിഷൻസ് ഫ്രീക്വന്റ്ലി. Managers and workers should not be shifted from one position to another position
frequently. Then 13ാമത്തെ പ്രിൻസിപ്പിൾ ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് മുൻകൈ എടുക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ എംപ്ലോയീസിന്റെ ക്രിയേറ്റിവിറ്റി അത് പ്രതിഫലിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം. അതായത് നമ്മളൊരു ടീം വർക്കായിട്ട് ഒരു ടീം സ്പിരിറ്റോട് കൂടി നമുക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വടംവലിയില് അവിടെ ഒരു ടീം വർക്കാണ് വേണ്ടത്, ഒരു ടീം സ്പിരിറ്റ് ആണ് വേണ്ടത്. ഒരാള് മാത്രം വലിച്ച വടംവലി മത്സരം ജയിക്കാനായിട്ട് സാധിക്കോ? ഇല്ല. ആ ടീമിലുള്ള എല്ലാവരും ഒരുപോലെ ഒത്തുപിടിച്ചാൽ, അപ്പൊ ഒത്തുപിടിച്ച് നമ്മൾ ആ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ലാസ്റ്റ് പ്രിൻസിപ്പിളായ എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ ടീം ഈസ് മോർ സിഗ്നിഫിക്കന്റ് ദാൻ ദാറ്റ് ഓഫ് അൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കല്ല വേണ്ടത്, പിന്നെ എങ്ങനെ പ്രവർത്തിക്കുക? ടീമായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ 14 പ്രിൻസിപ്പിൾസുമായി. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്. ടോട്ടൽ വർക്കിനെ പല പല ജോബ്സ് ആയിട്ട് അല്ലെങ്കിൽ സബ് ജോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി സുപ്പീരിയറുടെ റൈറ്റ് ആണ്, റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിന്റെ ഒബ്ലിഗേഷൻ ആണ്. മൂന്നാമത്തേത് ഡിസിപ്ലിൻ, ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നാലാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്, വൺ മാൻ വൺ ബോസ്. അഞ്ചാമത്തേത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, വൺ ഹെഡ് വൺ പ്ലാൻ. ആറാമത്തേത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, more importance given to group interest or business interest. Next one, remuneration, to pay fair and reasonable remuneration. Then centralization and decentralization. എട്ടാമത്തെ പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനിൽ അതോറിറ്റി എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഡീസെൻട്രലൈസേഷനിൽ അതോറിറ്റി ഡെലിഗേറ്റഡ് ടു ലോവർ ലെവൽ. ഒമ്പതാമത്തെ പ്രിൻസിപ്പിൾ സ്കാലാർ ചെയിൻ, കമ്മ്യൂണിക്കേഷൻ പാസിംഗ് ഫ്രം ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഫയോള മറ്റൊരു ചെറിയൊരു പ്രിൻസിപ്പിളും കൂടെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്യാങ് പ്ലാൻ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെയിം ലെവൽ. സെയിം ലെവലിലുള്ളവര് സെയിം റാങ്കിലുള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനെയാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ദെൻ പത്താമത്തെ പ്രിൻസിപ്പിള് ഓർഡർ, അറേഞ്ച്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ പ്രോപ്പറായിട്ട് പ്രോപ്പർ പ്ലേസിൽ അറേഞ്ച് ചെയ്യുന്നതിന് ഓർഡർ എന്ന് പറയും. ദെൻ 11 ഇക്വിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. 12ാമത്തേത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. പേഴ്സണലിന് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്റർവെൽ ഇല്ലാതെ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഡസ് നോട്ട് ഷിഫ്റ്റഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ദെൻ ഇനീഷ്യേറ്റീവ്, ആർക്കും കൂടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൊടുക്കുക, എംപ്ലോയീസിനും കൂടെ. ലാസ്റ്റ് 14ാമത്തെ പ്രിൻസിപ്പിള് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ടീം വർക്ക്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, ഈക്വൽ ആയിട്ട് പ്രവർത്തിക്കുക, ടീമായിട്ട് പ്രവർത്തിക്കുക, അതിനെയാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 14 പ്രിൻസിപ്പിൾസ്. കൃത്യമായിട്ട് 14 പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ഫോമിലൂടെ ഈ 14 പ്രിൻസിപ്പിൾസും ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെറിയൊരു ഷോർട്ട് ഫോം പറയാം. ആദ്യത്തെ 3 പ്രിൻസിപ്പിൾ: ഡാഡ്, ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ. ഡാഡ്, യു യൂസ് RC, so EC, ESIE, അതാണ് EC. ഡാഡ്, യു യൂസ് RC, so EC. ഓക്കെ, ഇനി ഈ ഷോർട്ട് ഫോം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷോർട്ട് ഫോമിലൂടെ വേണമെന്നുണ്ടെങ്കിലും ഈ 14 പ്രിൻസിപ്പിൾസും ഓർത്തിരിക്കാം. ഇതേ ഓർഡറിൽ തന്നെ വേണം എന്നില്ല, പക്ഷെ 14 പ്രിൻസിപ്പിൾസും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.